1976 കരിസ്മാറ്റിക് രംഗത്തേക്ക് സജീവമായി പ്രവേശിച്ച ബഹുമാനപ്പെട്ട തുരുത്തിമറ്റമച്ചൻ തന്റെ പ്രവർത്തനങ്ങളുടെ ശൈലിയും സ്വഭാവവും പൂർണ്ണമായും പരിഷ്കരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങളും ഒപ്പം വിവേചനവരവും സ്വന്തമാക്കിയ അദ്ദേഹം അനേകായിരങ്ങൾക്ക് വഴികാട്ടിയായി തീർന്നു. തുടർന്നുള്ള കാലങ്ങളിൽ 1983 അദ്ദേഹം പെരുവണ്ണാമൂഴിയിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്നതുവരെയും എല്ലാ ദിവസവും കേരളത്തിലും പുറത്തുമുള്ള അനേകർ അദ്ദേഹത്തിന്റെ പക്കൽ കൗൺസിലിങ്ങിനായി എത്തിയിരുന്നു. തുടർന്നുള്ള കാലങ്ങളിൽ ക്ഷമയുടെ സ്വർഗീയ ഫലങ്ങളെക്കുറിച്ചുള്ള അവബോധം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നൽകിയതുവഴിയായി വ്യക്തിപരമായും മാപ്പ് പറയുന്ന ശീലം അദ്ദേഹം കൂടുതലായി വളർത്തിയെടുക്കുകയും തന്റെ പക്കൽ വരുന്ന നൂറുകണക്കിന് ആളുകളെ നിരുപാധികം ക്ഷമിക്കുവാൻ പരിശീലിപ്പിക്കുന്നതുവഴിയായി വലിയ ആത്മീയ ഫലങ്ങൾ സ്വന്തമാക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ കാലങ്ങളിൽ ബഹുമാനപ്പെട്ട തുരുത്തിമറ്റം അച്ഛന്റെയും സിസ്റ്റർ ജൈൽസിന്റെയും സംയുക്തമായ രോഗശാന്തി ശുശ്രൂഷ അവിടെ പ്രശസ്തമായിരുന്നു. കൗൺസിലിങ്ങിനും തുടർന്ന് ചികിത്സയ്ക്കുമായി അവിടെ എത്തിയിരുന്ന സകലർക്കും പങ്കുവയ്ക്കുവാനുള്ളത് വലിയ ദൈവിക ഇടപെടലിന്റെ അനുഭവങ്ങളാണ്. ആയിരത്തി 1983 വരെയുള്ള കാലയളവിൽ സുദീർഘമായ 13 വർഷക്കാലം പെരുവണ്ണാമൂഴിയിൽ സേവനം ചെയ്ത ബഹുമാനപ്പെട്ട തുരുത്തിമറ്റമച്ചൻ തുടർന്ന് നെല്ലിക്കാംപൊയിൽ ഇടവകയിലേക്കാണ് സ്ഥലം മാറിപ്പോയത്. പെരുവണ്ണാമൂഴിയിലെ ശൈലികളുടെ തുടർച്ചയായിരുന്നു അവിടെയും. കരിസ്മാറ്റിക് നവീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഏറെ പേരെ കൈപിടിച്ച് നയിക്കുവാൻ അവിടെയും അദ്ദേഹത്തിന് സാധിച്ചു. തുടർന്ന് എറണാകുളം എമ്മാവൂസിൽ അല്പകാലം സേവനം ചെയ്തു വരവെയാണ് തലശ്ശേരി രൂപതയിൽ നിന്ന് വേർപിരിഞ്ഞ് താമരശ്ശേരി രൂപത രൂപം കൊള്ളുന്നത്. ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ തുരുത്തിമറ്റമച്ചന്റെ സമപ്രായക്കാരനും സഹസെമിനാരി വിദ്യാർത്ഥിയുമായിരുന്ന മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി പിതാവായിരുന്നു ആദ്യമെത്രാൻ. പുതിയ രൂപതയുടെ പ്രഥമ വികാരി ജനറലായി നിയോഗിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ തുരുത്തിമറ്റമച്ചനായിരുന്നു. അദ്ദേഹത്തിന്റെ ആ കാലത്തെ ശുശ്രൂഷ മേഖലകളുടെ പ്രത്യേകതകളും അദ്ദേഹത്തിന്റെ സവിശേഷമായ താൽപ്പര്യങ്ങളും അനുസരിച്ച് പുതിയ പദവി അദ്ദേഹത്തിന് തീരെയും യോജിച്ചതായിരുന്നില്ല എങ്കിലും അധികാരികളോടുള്ള വിധേയത്വത്തെ പ്രതി 2 വർഷത്തോളം അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുകയുണ്ടായി. ആ കാലയളവിലും ആവും വിധം നവീകരണ രംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു. വളരെയധികം ആളുകളാൽ വിലമതിക്കപ്പെട്ട, അംഗീകരിക്കപ്പെട്ട ഒരു വൈദികനായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഈശോ പ്രാർത്ഥിച്ച് കണ്ടപ്പോഴത്തേക്കാണ് ശിഷ്യന്മാർ ഞങ്ങളെയും പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചതല്ലേ. അതുപോലെ തന്നെ അച്ഛൻ ഇടവകയിലായിരുന്നപ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയിരിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അത് കണ്ട് ഇടവക്കാരെ അത് രാവിലെ പള്ളിയിലേക്ക് വരാനും കുർബാനയ്ക്ക് മുമ്പ് നന്നായിട്ട് ഒരുങ്ങാനുമൊക്കെ കുരാച്ചുണ്ടിലൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സേവനകാലത്ത് അച്ഛൻ്റെ അസിസ്റ്റൻസായിട്ട് വന്ന അച്ഛന്മാർ നമ്മുടെ വടക്കേടം അച്ഛനും താരമംഗലം അച്ഛനും ഒക്കെ ഞാൻ ഓർക്കുന്നു. അച്ഛൻ വളരെയധികം മനോഹരമായിട്ട് അവരെ ഗൈഡ് ചെയ്തു. എന്നാൽ അവരെ വടവാത സെമിനാരിയിൽ പ്രൊഫസേഴ്സായിട്ട് പ്രവർത്തിക്കുന്നു. കേരള സഭയ്ക്ക് അവരൊരു മുതൽകൂട്ടാണ്. അങ്ങനെ വൈദികരെ പ്രോത്സാഹിപ്പിക്കാൻ, സഹവൈദികരെ പ്രോത്സാഹിപ്പിക്കാനും ആത്മായരെ പ്രോത്സാഹിപ്പിക്കാനും ആത്മായ പങ്കാളിത്തം സഭയിലുണ്ടാക്കാനുമൊക്കെ അച്ഛൻ ധാരാളമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് കൂരാച്ചുണ്ട് ഇടവകയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. നവീകരണ മുന്നേറ്റത്തിന് അദ്ദേഹം അടിസ്ഥാനമിട്ട പെരുവണ്ണാമൂഴിയുടെ സമീപ പ്രദേശമായിരുന്നതിനാലും മുൻപ് തന്നെ കൂരാച്ചുണ്ട് പ്രദേശത്തുള്ള ചിലരുമായി അദ്ദേഹത്തിന് ആത്മീയമായ അടുപ്പമുണ്ടായിരുന്നതിനാലും
നവീകരണ രംഗത്തേക്കുള്ള ഒരു ശക്തമായ തിരിച്ചുവരവിന് അവിടെ കളമൊരുങ്ങി. അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ശക്തമായ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടെയുണ്ടായിരുന്നു. ആ കാലത്ത് തന്നെ നവീകരണ രംഗത്ത് പ്രശസ്തനായിരുന്ന കാപ്പിൽ ജോസ് തുടങ്ങിയ അൽമായ പ്രമുഖരെ വളർത്തിയെടുക്കുവാനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമാകുന്ന രീതിയിൽ മുന്നോട്ട് നയിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിന് വലിയ ഊർജം പകർന്നു. അതുവരെ നമ്മൾ ഈ ദർശനം ഇങ്ങനെയുള്ള വരങ്ങളൊക്കെ പുസ്തകത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെയാണ് നമുക്കിത് അനുഭവമായത്. അപ്പോൾ ഈ മേഖലയിൽ അച്ഛനാണ് കേരളത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് അങ്ങനെ ദൈവം നൽകിയ വ്യക്തികളെ വിവേചിച്ചറിഞ്ഞ് സഭയുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയെന്നറിയാം. അതിൻ്റെ ആ സാഹചര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കുക. അതുവരെ ഇങ്ങനെയൊരു സംഭവം ഇല്ല കേരളത്തിൽ. സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെയുള്ള രൂപിയുടെ വരങ്ങളും ദാനങ്ങളും ഒന്നും പ്രകടമാകുന്നതിനെക്കുറിച്ചൊരു അറിവുമില്ല. അപ്പോൾ അച്ഛൻ എങ്ങനെ ഇത് മനസ്സിലാക്കാനും വിവേചിച്ചറിയാനും സാധിച്ചു, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോകുന്നു? കുരാച്ചുണ്ടിലായിരുന്നല്ലോ ആദ്യം തുടക്കം. അതിൻ്റെ 25-ാം വാർഷികയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ മിക്കവാറും പേർക്കും ഇങ്ങനെ വരങ്ങൾ പലതരത്തിലുണ്ടായിരുന്നു. കാപ്പി ജോസായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ. പിന്നെ വെട്ടിക്കുടി ജോസഫ് ഇങ്ങനെ പലരും. അപ്പോഴന്ന് എനിക്കതൊന്ന് പിന്നെയും മറ്റേ ജോർജും വരുമായിരുന്നു ഇടയ്ക്ക് കുറച്ച്. നിങ്ങളും ഇടയ്ക്ക് എനിക്ക് കൂടുമായിരുന്നു. പക്ഷേ എന്നെ നമുക്ക് പിടികിട്ടി കാണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇവർക്ക് എന്നാന്ന് പിടികിട്ടില്ല. അപ്പോൾ എനിക്കെന്തോ ഒരു ഇതിലിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ദാനമാണിത്, പഴങ്ങളെന്ന് ഉപയോഗിച്ച് പിന്നീടാണ്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ച് ഏതോ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഇന്നത്തെ പോലെ ഒന്നുമല്ല. ഇന്നത്തെ പോലെ നിയതമായ അർത്ഥത്തിൽ പുസ്തകങ്ങളില്ല. കപ്പിൽ ജോസ് തന്നെ എഴുതിയൊരു വരദാനങ്ങൾ പറഞ്ഞ പുസ്തകം 2 ഉണ്ട്. ഞാൻ ആദ്യത്തേത് ഇപ്പോൾ തീർന്നു പോയിരുന്നു. പിന്നെ മരങ്ങളുടെ ഉപയോഗം എന്ന് പറഞ്ഞു അത് പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ അന്നാദ്യം എനിക്കതൊരു ഇൻസൈറ്റ് തമ്പുരാൻ തന്നാന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട തുരുത്തിമറ്റം അച്ഛൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയാനാവുന്ന മറ്റൊരു സവിശേഷത അദ്ദേഹം വ്യക്തിബന്ധങ്ങൾക്ക് കൊടുത്തിരുന്ന പ്രാധാന്യമായിരുന്നു. ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തർക്കും വളരെ പ്രത്യേകമായി പരിഗണന നൽകിയിരുന്ന, അടുപ്പവും സ്നേഹവും പ്രകടിപ്പിച്ചിരുന്ന അദ്ദേഹത്തെ സകലരും തീഷ്ണതയോടെ സ്നേഹിച്ചിരുന്നു. കുടുംബാംഗങ്ങൾ ഏവരോടും, സുഹൃത്തുക്കളോടും, ആത്മീയ ശിഷ്യരോടും ഏറ്റവും ആത്മാർത്ഥതയോടെ അദ്ദേഹം അടുപ്പം കാത്തുസൂക്ഷിച്ചിരുന്നു. ചെറുപ്പം മുതൽ സെമിനാരിൽ പഠിക്കുന്ന കാലത്ത്, അവധിക്കാലത്ത് വീട്ടിൽ വരുമ്പോൾ ബന്ധപ്പെട്ട എല്ലാ കുടുംബങ്ങളിലും പോവുകയും അത് വെറുതെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവരുടെ കാര്യങ്ങളെപ്പറ്റി അറിയുവാനും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും നല്ല കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാനായിട്ട് ആയിരിക്കുന്ന കാലം മുതൽ പോയിരുന്നു. ഇതിനൊരു കുറവും ഒരിക്കലും വരുത്തിയിട്ടില്ല. കിടപ്പാകുന്നിടം വരെ ഈ പരിപാടി അദ്ദേഹം തുടരുന്നു. മലബാറിലേക്ക് പോയ ശേഷവും ഞങ്ങളുടെ വീടുകളെല്ലാം മലബാർ മുഴുവൻ ചെതറിക്കിടക്കുന്ന വീടുകളാണ്. എങ്കിലും എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നു. എല്ലാവരും ഇങ്ങോട്ട് വന്ന് കണ്ടിരുന്നു. വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്ക്, കല്യാണം, ചാത്തം, പ്രാർത്ഥന, രോഗാവസ്ഥ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ എല്ലാവരെയും സന്ദർശിക്കുകയും നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുകയും സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിൽ എല്ലാവർക്കും ആശ്വാസമായിരുന്നു അച്ഛൻ. എൻ്റെ ഏറ്റവും ടച്ചിങ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ മരിച്ച സമയത്താണ്. എൻ്റെ ആദ്യം അനിയൻ മരിച്ചു, രണ്ടാമത് ജ്യേഷ്ഠൻ മരിക്കുന്നു. ഒരു 10-16 ഇവർ തമ്മിലുള്ള മരണത്തിൻ്റെ ഇടയിൽ 17 മാസത്തെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ 2003 ജൂലൈ 12-നാണ് ജ്യേഷ്ഠൻ മരിക്കുന്നത്. ജ്യേഷ്ഠനും ക്യാൻസറായി കിടക്കുകയാണ്. അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഈ മരണം എന്ന് പറയുന്നത് ഒരു പ്രൊലോങ്ഡ് സിങ്കിങ് ആയിരുന്നു. സാധാരണ രീതിയിൽ നമ്മൾ മരണം കാണുക എന്ന് പറയുമ്പോൾ സിങ്കിങ് സ്റ്റേജിൽ ഒരു കുറച്ച് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ, 5-10 മിനിറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സമയത്ത്, അപ്പോൾ അതിനു മുമ്പ് 2-3 ദിവസം മുതലേ അച്ഛന് ഈ ജ്യേഷ്ഠനെ ഫിലിപ്പെന്നാണ് പേര്. ഫിലിപ്പച്ചൻ കൂടുതലായതുകൊണ്ട് എൻ്റെ നേരെ മൂത്തതാണ്. അപ്പോൾ കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇവിടുത്തെ തേക്കുംകുറ്റിയിലെ ജോസാണ് അച്ഛനെയും കൂട്ടി വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ആ തലേ ദിവസം വന്ന ഫിലിപ്പച്ചൻ മരിക്കുന്നതിനും തലേ ദിവസം അച്ഛൻ വീട്ടിലൊരു കുർബാന ചെല്ലുകയും ഫിലിപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ അന്ന് ആ ബെറിയലിൻ്റെ സമയത്തല്ല, ശവോടക്കൊക്കെ അച്ഛൻ നടത്തുന്ന സമയത്ത് അച്ഛൻ പൊട്ടിക്കരയുകയായിരുന്നു.
അപ്പോൾ അത് എല്ലാ പ്രാർത്ഥനകളും മുഴുവൻ അച്ഛന് പൂർത്തിയാക്കാൻ പോലും കഴിഞ്ഞില്ല. കുടുംബത്തിലെ ഇളം തലമുറയിൽ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നടന്ന വിവാഹങ്ങളും മറ്റ് ചടങ്ങുകളുമെല്ലാം നടത്തിക്കൊടുക്കുവാൻ ഏതു തിരക്കിനിടയിലും നിന്ന് അദ്ദേഹം ഓടിയെത്തിയിരുന്നു. മാത്രമല്ല, കുടുംബത്തിൽ ആ കാലഘട്ടത്തിനിടയിൽ നടന്ന ഏതാണ്ട് എല്ലാ വിവാഹങ്ങളും തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാപൂർവമുള്ള വിവേചനത്തോടുകൂടിയതായിരുന്നു. ഒരു വൈദികൻ തൻ്റെ ഭവനത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങൾക്ക് കാരണമായി മാറുന്നുവെന്നതിന് അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു മാതൃകയാണ്. എല്ലാവരും അഗസ്റ്റിൻ അച്ഛൻ എന്ന് വിളിച്ചാലും ഞങ്ങൾക്ക് അച്ഛൻ കുട്ടായി അച്ഛനാണ്. എന്നെ ആദ്യമായിട്ട് ജോസേട്ടൻ പെണ്ണ് കാണാൻ വന്നതിന് ശേഷം ഇവർ നേരെ ചെന്നത്, അന്ന് അച്ഛൻ കോടഞ്ചേരി ഇടവക വികാരിയാണ്, കോടഞ്ചേരിക്കാണ്. അവിടെ ചെന്നിട്ട് അച്ഛനോട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛന് ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന, ഞാൻ കൊടുത്തായി സെൻറ്റ് മേരീസ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന FCCയിലെ സിസ്റ്റർ റെറ്റിയോട് അച്ഛൻ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുക. ബാഹ്യമായ ഒരു കാര്യമല്ല അച്ഛൻ ചോദിച്ചത്. പ്രാർത്ഥനയുള്ള വ്യക്തിയാണോ, കുർബാന കാണാറുണ്ടോ, കുദാശകൾ എങ്ങനെയൊക്കെ സ്വീകരിക്കും എന്ന് വേണ്ട ആത്മീയമായിട്ട് ഒരുപാട് ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു സിസ്റ്റർ നേരെ ചോദിച്ചത്. സിസ്റ്റർക്ക് നല്ല അടുത്തറിയാവുന്ന കാരണം സിസ്റ്റർ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി എനിക്കൊന്നും കൂടുതൽ അന്വേഷിക്കാനില്ല, കാര്യം മുന്നോട്ട് തുടർന്നോളാൻ. ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ തുരുത്തിമറ്റമച്ചൻ അനേക ഹൃദയങ്ങളിൽ ഇന്നും ജീവിച്ചിരിക്കുന്നത് അദ്ദേഹം എക്കാലവും കാത്തുസൂക്ഷിച്ചിരുന്ന അളവറ്റ സ്നേഹശീലം കൊണ്ടാണ്. കുടുംബാംഗങ്ങൾക്കും ആത്മീയ ശിഷ്യർക്കും സഹശുശ്രൂഷകർക്കും അദ്ദേഹം ഏറെ പ്രിയങ്കരനായിരുന്നു. എന്നും എപ്പോഴും ആ സ്വാധീന വലയം കുടുംബാംഗങ്ങളെയും മറ്റനേകരെയും കീഴ്പ്പെടുത്തിയിരുന്നു. അങ്ങനെ ഏറെ പേർ ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം ആ അഭിഷിക്തനിലൂടെ തിരിച്ചറിയുകയായിരുന്നു. ഞങ്ങളിപ്പോഴും വളരെ അകന്നാണ് കഴിഞ്ഞത് ശാരീരികമായിട്ട്. ഞാൻ പഠിച്ചതൊക്കെ ദൂര സ്ഥലങ്ങളിലാണ്. അദ്ദേഹം നാട്ടിലായിരുന്നപ്പോൾ ഞാൻ തൃശ്ശൂരായിരുന്നു. പിന്നീട് ഞാൻ പൂനായിൽ പഠിക്കാനായിട്ട് പോയി. പിന്നീട് ബാംഗ്ലൂർ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് റോമിൽ പഠിക്കാനായിട്ട് പോയി. ഇങ്ങനെ ദൂര സ്ഥലങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ എൻ്റെ മിനിസ്ട്രി ആണെങ്കിലും ദൂര സ്ഥലങ്ങളിലായിരുന്നു. വെക്കേഷനൊക്കെ വീട്ടിൽ വരുമ്പോഴും ഓരോ പരിപാടികൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ വരുമ്പോഴൊക്കെയാണ് അച്ഛനെ കാണുക. പിന്നെ ചുരുക്കമായിട്ട് മാത്രമേ ഞാൻ അച്ഛനെ കാണുവാനായിട്ട് ഇടവകളിലേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ വലിയ താല്പര്യമാണ്, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നമുക്ക് വിട്ടുപോകാനായിട്ട് തോന്നുകയില്ല, അത്ര വലിയ താല്പര്യത്തോടെ. ഇതെന്നോട് മാത്രമല്ല, എല്ലാവരോടും, വീട്ടിലെല്ലാവരോടും, പരിചയമുള്ള എല്ലാവരോടും ഇങ്ങനെയാണ് പെരുമാറുക. ആര് ചെന്നാലും ഭയങ്കര സ്വീകരണമാണ്. അദ്ദേഹത്തിൻ്റെ ആ ചുറ്റിപ്പറ്റി നമ്മളെയും കൊണ്ട് നടക്കുന്ന കണ്ടാൽ വേറെ ആരും ഇനിയും ലോകത്തിലില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്ക് താല്പര്യത്തോടെയാണ് എല്ലാ മനുഷ്യരോടും അദ്ദേഹം പെരുമാറിയത്. 1960കളിൽ മലബാറിലേക്ക് കുടിയേറിയ തുരുത്തിമറ്റം കുടുംബത്തിലെ ഇളം തലമുറകൾ വരെയും അവരുടെ കുട്ടായിയച്ഛനെ സ്മരിക്കുന്നത് വലിയ സ്നേഹാദരവുകളോടെയാണ്. കാരണം അവർ ഏവരുടെയും ജീവിതത്തിൽ അദ്ദേഹം മരണം വരെയും അത്രമാത്രം തീഷ്ണതയോടെ ഇടപെട്ടിരുന്നു. എല്ലാ കുടുംബങ്ങളിലും അദ്ദേഹം ഒരു തികഞ്ഞ വഴികാട്ടിയും ഗുരുസ്ഥാനീയനുമായിരുന്നു. ഞങ്ങൾക്ക് വിവാഹശേഷം ഏതാണ്ട് 6 വർഷത്തിന് ശേഷമാണ് ഈ മക്കളുണ്ടാകുന്നത്. മൂത്തയാൾ റാണി, രണ്ടാമത്തെ ആൾ ഹണി. അപ്പോൾ ആദ്യത്തെ ആൾക്ക് പേരിടേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ തന്നെയാണ് പേരിട്ടത്. മാമോദിസയുടെ സമയത്ത് അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു, കൊച്ചിനെന്താ പേര് എന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 6 വർഷം ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബർത്തലോമിച്ചൻ, എല്ലാവരും അറിയുന്ന അച്ഛനാണ്. അച്ഛൻ ഞങ്ങളുടെ അഗസ്റ്റിനച്ഛൻ്റെ കുമ്പസാരക്കാരനായിട്ടുള്ള അച്ഛനാണ് താനും. അപ്പോൾ അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ഒരു പ്രാർത്ഥന തന്നിട്ട് ഞങ്ങൾക്ക് ആ പ്രാർത്ഥന എല്ലാം തന്ന്, ആ പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ടാണ് ഈ മോള് ഉണ്ടായത്. ഞങ്ങൾ കൊച്ചിൻ്റെ മാമോദിസയ്ക്കായിട്ട് ആനവാതിൽക്കൽ നിൽക്കുമ്പോൾ ഞങ്ങൾ കൊച്ചിന് പേരിട്ടിരുന്നത് എലിസബത്ത് എന്നായിരുന്നു. ഞങ്ങളെല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരു പേരായിരുന്നു അങ്ങനെ. പക്ഷേ മാമോദിസയ്ക്ക് അച്ഛൻ പേര് പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇവൾക്ക് റാണി, കൊച്ചുറാണി എന്ന് പേരിട്ടാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങളോട് ചോദിച്ചു അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞങ്ങളതിന് സന്തോഷത്തോടു കൂടി സമ്മതമാണ് എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ ജീവിതത്തിലും അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലുമൊക്കെ അച്ഛന് അതുപോലെയുള്ള ഒരു സ്വാധീനമാണ് ഉള്ളത്. അച്ഛൻ പറഞ്ഞാൽ ഞങ്ങൾ ആരും ഒന്നും ധിക്കരിക്കാറില്ല. കാരണം അച്ഛൻ നല്ലതേ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ. അച്ഛൻ്റെ ഇടപെടൽ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ തരത്തിലും ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. കോളേജ് പഠിക്കുന്നത് ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് പഠിച്ചത്, സെൻറ്റ് ബർക്ക്മാൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ പെരുവണ്ണാമൊഴിയിലിരിക്കുന്ന കാലമാണ്. അപ്പോൾ പലപ്പോഴും ഈ അവധിയൊക്കെ കഴിഞ്ഞ്
ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓണാവധിയൊക്കെ കഴിഞ്ഞോ തിരിച്ച് നാട്ടിലേക്ക് ചങ്ങനാശ്ശേരിക്ക് പോകുന്നതിന് മുമ്പ് അച്ഛനെ കാണാൻ വേണ്ടി ഈ അച്ഛൻ്റെ പെരുവണ്ണാമൊഴിയിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ പെരുവണ്ണാമൊഴി പോകുമ്പോൾ തലേ ദിവസം ഒരു ദിവസം ചെന്ന് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞൊക്കെ അവിടെ ചെല്ലുമ്പോൾ അന്ന് രാത്രിയിലത്തെ ട്രെയിനിന് കയറാനായിരിക്കും പോവുക. അപ്പോൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രാത്രി വൈകുന്നേരം പോകണം എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു നീ പോകണ്ട, നീ പിറ്റേ ദിവസം രാവിലെ ബസ്സിന് പോയാൽ മതി എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് ബസ്സിന് പോകാൻ പറ്റില്ല, ബസ്സിന് പോയാൽ എനിക്ക് ഛർദ്ദിക്കും, അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ പോയാൽ മതി, നീ ബസ്സിന് പോയാൽ മതി, ഞാനല്ല പറയുന്നത്, എന്നെ ഛർദ്ദിക്കില്ല എന്ന് പറയും. ഛർദ്ദിക്കില്ല, അതിനുള്ള മരുന്ന് ഞാൻ തന്നോളാം എന്നാണ് അച്ഛൻ പറഞ്ഞു. എന്നിട്ട് അന്ന് പറഞ്ഞു അച്ഛൻ അന്ന് ഈ കൊട്ടാരക്കരയ്ക്ക് പോകുന്ന ഒരു സ്റ്റേറ്റ് ബസ്സുണ്ട്, കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിന്നോ അത് എവിടുന്ന പുറപ്പെടുന്നത് ഞാൻ ഓർക്കുന്നില്ല, ഒരു കൊട്ടാരക്കര ബസ്സാണ്. അപ്പോൾ അത് വടകരയിൽ നിന്ന് ഒരു കൃത്യസമയമൊക്കെ അച്ഛൻ പറഞ്ഞു വടകരയ്ക്കുള്ള ബസ് കയറ്റി വിടാമെന്ന് പറഞ്ഞു. അന്ന് രാവിലെ ഞങ്ങൾ കുർബാനയൊക്കെ ചൊല്ലി അത് കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ കുർബാനയിൽ പങ്കെടുത്ത് അച്ഛൻ പ്രത്യേകമായിട്ട് തന്നെ പ്രാർത്ഥിച്ചിട്ട് പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് ബസ്സിൽ കയറി പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബസ്സിൽ കയറി അന്നത്തെ ദിവസം എന്നല്ല, അതിന് ശേഷം ബസ്സിൽ ഈ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഈ ബസ്സിൽ കയറിയാൽ ഛർദ്ദിക്കുക എന്ന് പറയുന്ന ആ ഒരു രീതിയേ ഇല്ല. ജീവിതകാലം അത്രയും ഏറെ രോഗങ്ങളുടെ ഭാരം ആരെയും അറിയിക്കാതെ അദ്ദേഹം ചുമന്നിരുന്നുവെങ്കിലും ഇടയ്ക്കൊക്കെ പലവിധ രോഗങ്ങൾ മൂലം ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുക പതിവായിരുന്നു. എക്കാലവും ഏറെ സഹനങ്ങളിലൂടെ സഞ്ചരിച്ച അദ്ദേഹം രോഗാധിക്യം മൂലം 1999 മെയ് മാസം മുതൽ വിശ്രമ ജീവിതത്തിൽ പ്രവേശിച്ചു. തുടർന്നുള്ള 5 വർഷക്കാലം കൂടുതലായും പ്രാർത്ഥനയ്ക്കായാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത്. ഒപ്പം തന്റെ പക്കൽ പ്രാർത്ഥന ആവശ്യങ്ങൾക്കും കൗൺസിലിങ്ങിനും എത്തുന്നവർക്കൊപ്പമായിരിക്കുന്നതിലും അദ്ദേഹം സന്തോഷം കണ്ടെത്തി. അച്ഛൻ മേരിക്കുന്നേൽ പ്രീസ്റ്റ് ഹോമിൽ കഴിയുമ്പോൾ ഞങ്ങൾ ആ വഴിക്ക് കോഴിക്കോടിന് പോകുമ്പോൾ ഞങ്ങൾ അച്ഛനെ കാണാൻ ചെല്ലും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു അച്ഛൻ ചാപ്പലില്ല. ശരി, എന്നാൽ അച്ഛനെ ചാപ്പലിൽ പോയി കാണാം. ചാപ്പലിൽ ചെല്ലുമ്പോൾ എന്നെ അതിശയിപ്പിച്ചൊരു കാഴ്ച, അച്ഛൻ ആ ക്രൂശിത രൂപത്തിന് മുൻപിൽ കൈ വിരിച്ച് മുട്ടുമ്മേൽ നിന്ന് ഉള്ള പ്രാർത്ഥന. ഞങ്ങളും പുറകിൽ മുട്ടുകുത്തി. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമുക്കൊക്കെ ഒരു കുരിശ് വരയ്ക്കുന്ന സമയത്ത് പോലും ഒന്ന് മുട്ടുമ്മേ നിൽക്കാൻ എത്രയും പെട്ടെന്ന് ചടഞ്ഞിരിക്കാനാണ് പൊതുവെയുള്ളൊരു പ്രവണത. ആ പ്രായത്തിലും ആ അനാരോഗ്യത്തിലും അച്ഛൻ ഈശോയുടെ മുമ്പിൽ കൈ വിരിച്ച് മുട്ടുമ്മേ നിന്നുള്ള പ്രാർത്ഥന എന്നെ പലപ്പോഴും കുരിശ് വരയ്ക്കുന്ന സമയത്തൊക്കെ ഒരു മുട്ടയിൽ നിന്ന് കൂടുതൽ സമയം ഇരിക്കാൻ ഒരു പ്രചോദനം തന്നിട്ടുണ്ട്. അച്ഛൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും, ഞാൻ പോകും. ആശുപത്രി കിടക്കുമ്പോഴാണേലും എപ്പോഴും ഞാനാണ് കൂട്ടത്തിൽ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു പ്രത്യേക ബന്ധമുണ്ടായിരുന്നു, ആദ്യം മുതൽ അവസാനം വരെ. അവസാന കാലഘട്ടത്തിൽ ഞാനിവിടെയായിരുന്നു താമസം. അച്ഛൻ പിന്നെ പ്രീസ്റ്റ് ഹോമിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറഞ്ഞ് എനിക്ക് വിവരം കിട്ടി. ഞാനിവിടുന്ന് പോയി അവിടെ ചെന്ന് ഇങ്ങനെ പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോരുന്നത്. അച്ഛന് സുഖമില്ല എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ മുതൽ അച്ഛൻ്റെ കൂടെയായിരുന്നു. അച്ഛൻ എന്ന ആശുപത്രി പോയാലും മേരിക്കുന്നൊരാൾ പോയി ക്യാമ്പ് ചെയ്യുന്നത്, അവിടെ ഞാനും ഉണ്ടാവും. വേറെ പോകാൻ ആരും ഇല്ല, വീട്ടിൽ നിന്ന് പോയി നിൽക്കാൻ സൗകര്യമുള്ളവരെ. അപ്പോൾ ഞാനായിരുന്നു സ്ഥിരം അച്ഛൻ്റെ കൂട്ടത്തിൽ പോയിക്കൊണ്ടിരുന്നതും താമസിച്ചുകൊണ്ടിരുന്നതൊക്കെ. 2005 ജൂലൈ മാസം അവസാനത്തോടെ രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട അദ്ദേഹം ആഗസ്റ്റ് 22-ാം തീയതി ഈ ലോകത്തിലെ ശുശ്രൂഷകൾക്ക് വിരാമമിട്ടുകൊണ്ട് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പ്രാർത്ഥനയിലും വിശ്വാസ ജീവിതത്തിലും നവീകരണ രംഗത്തും ഒന്നുപോലെ ഏറ്റവും മാതൃകാപരമായി മുന്നേറിയ, സ്നേഹത്തിലും വിശുദ്ധിയിലും നിറഞ്ഞ് അനേക ഹൃദയങ്ങൾക്ക് സാന്ത്വനം പകർന്ന ഈ വന്യപുരോഹിതൻ എക്കാലത്തെയും ശുശ്രൂഷകരെയും വിശ്വാസികളെയും സത്യവെളിച്ചത്തിലേക്ക് നയിക്കുന്ന കെടാവിളക്കാണ്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധി എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു സിസ്റ്റർ വടക്കേ ഇന്ത്യയിൽ
ജീവിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ ഒത്തിരി പേരെയൊക്കെ പുണ്യവാനെന്ന് പേര് വിളിക്കുന്നുണ്ടല്ലോ, നമ്മുടെ അഗസ്റ്റിനച്ഛനെ കൂടി പേര് വിളിക്കണം, അതിന് അച്ഛൻ മുൻകൈ എടുക്കണമെന്ന് എന്നോട് പറയുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഇമ്പ്രഷൻ ഞാൻ പറയുകയാണ്, ഒരു നല്ല വിശുദ്ധനായ വൈദികനാണ് എന്നുള്ള ഇമ്പ്രഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പട്ടം കിട്ടിയത് മുതൽ മരണം വരെ ദൈവിക കാര്യങ്ങളിലും ശുശ്രൂഷയിലും മുഴുകിയിരുന്നതാണ് അച്ഛൻ്റെ ജീവിതം. അദ്ദേഹം നന്നായിട്ട് മധ്യസ്ഥം വഹിക്കുന്ന ഒരാളാണ്. മധ്യസ്ഥ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ഒരു കാര്യസ്ഥമാണ്. വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്നും ഗ്രൂപ്പായിട്ടിരുന്നും ഒക്കെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും, വേദനയോടെ, മനസ്സലിയോടെ. അതിനാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും സ്വർഗത്തിൽ മരിച്ചു ചെന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ടെലിവിഷനിലൂടെ ഇത് കാണുന്നവർക്കും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അഭിഷേക ശക്തി കിട്ടട്ടെ എന്നും നല്ല ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് മധ്യസ്ഥം വഹിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫാദർ അഗസ്റ്റിൻ തുരുത്തിമറ്റം എന്ന പ്രവാചക ശബ്ദം പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുഴങ്ങിയത് വരും യുഗങ്ങൾക്കു വേണ്ടി കൂടിയാണ്. ഈ ലോകത്തിനു മേലിനിയും സംഭവിക്കാനിരിക്കുന്ന മഹത്തായ ദൈവിക ഇടപെടലിന്റെ കാഹളധ്വനിയായിരുന്നു അദ്ദേഹം. ആ ശബ്ദത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഈ ലോകത്തിലെങ്ങും വചനം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പെരുവണ്ണാമൂഴി എന്ന ദേശത്തെപ്പോലും തൻ്റെ പ്രാർത്ഥനയും പ്രഘോഷണവും കൊണ്ട് ദൈവസന്നിധിയിലെത്തിച്ച ആ വന്യവൈദികന്റെ പ്രയത്നങ്ങളുടെ തുടർച്ചയാണ് ഒരുപക്ഷെ ഇന്ന് ലോകമെമ്പാടും വചനധ്വനി മുഴക്കുന്ന ശാലോം എന്ന പ്രസ്ഥാനം പോലും. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക വരദാനങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഈ പുണ്യാത്മാവിന്റെ പാത പിന്തുടർന്ന് ദൈവരാജ്യത്തിനായി അധ്വാനിക്കുവാൻ ഇനിയും അനേകം പോരാളികൾ ജന്മമെടുക്കുവാനായി നമുക്കാഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.